ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മെട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇത് നമ്മളൊരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, പലർക്കും അറിയാവുന്നതായിരിക്കും. തലശ്ശേരി പുയ്യാപ്ല സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് മുട്ട സുർക്ക അല്ലേ. അപ്പോൾ ആ ഒരു മുട്ട സുർക്കയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് അറിയാത്തവർ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിവിടെ 1 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈറ്റ് റൈസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പച്ചരി കൊണ്ടും ഇതുണ്ടാക്കാം. പക്ഷേ ജീരകശാല അരി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അതുകൊണ്ടാണ് നമ്മളിവിടെ 1 കപ്പ് ജീരകശാല അരി 2 മണിക്കൂറോളം ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വെന്ത ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് വേണ്ടത്. ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പ്രിപ്പറേഷൻ ടൈമും വളരെ കുറവാണ്. അതായത് നമ്മളൊരു അരി കുതിർത്ത് വെക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. നമ്മൾ മുട്ട സുർക്ക ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അളവാണ്. അതായത് നമ്മൾ എടുക്കുന്ന മുട്ട ഒരു മീഡിയം സൈസ് മുട്ടയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. അതായത് നമുക്കത് അരഞ്ഞ് കിട്ടേണ്ട ഒരാവശ്യം മാത്രമേ ഉള്ളൂ. അതായത് ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് തിക്കായി പോകാനും പാടില്ല ഇതിൻ്റെ ബാറ്റർ. അതുകൊണ്ട് വെള്ളം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതായത് മുട്ട കുറച്ച് വലിപ്പത്തിലുള്ളതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം വേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പോൾ മുട്ടയും അരിയും ചോറും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കി ഇത് അരച്ചെടുക്കണം. പിന്നെ പറയാനുള്ളത്, ഈ ഒരു മുട്ട സുർക്ക നമുക്ക് വേണമെങ്കിൽ പച്ചരിയും ജീരകശാല അരിയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ വെറും പച്ചരിയിലും ഇത് ചെയ്തെടുക്കാം. പിന്നെ മസാല മുട്ട സുർക്കയോ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പ്ലെയിൻ മുട്ട സുർക്കയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരച്ചിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു റിങ്കിൾസ് മോഡലിൽ ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വരണം. അതായത് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അതായത് ഇനി ഇത് ഒരുപാട് ലൂസാവാനും പാടില്ല, തിക്കാവാനും പാടില്ല. ഈ ഒരു ടൈപ്പിലായിരിക്കും. അതായത് ഏകദേശം ഒരു നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമ്മുടെ മിക്സിയിൽ കുറച്ചിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് 1 ടേബിൾ സ്പൂണ്, ഈ 1 സ്പൂണിൽ മാത്രം വെള്ളം 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ നിന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിൽ പറ്റി പിടിച്ചിട്ടുള്ള മാവൊക്കെ നമുക്ക് കിട്ടും. അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫോമിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനിതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മസാല മുട്ട സുർക്ക ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ കുറച്ച് സവാളയും പച്ചമുളകും 1 ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ സ്നാക്കായിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ ഞാനിത് കറികളുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ, സ്റ്റൂവിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് 1 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ എണ്ണ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു സൈഡ് വെന്തു എന്ന് തോന്നുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം മറുഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, വളരെ കുക്കിംഗ് ടൈമൊക്കെ കുറവാണ്. വെള്ളത്തിൻ്റെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരുപാട് സമയം അരി കുതിർക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മണിക്കൂറൊക്കെ കുതിർന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാനായിട്ട് പറ്റും.
പിന്നെ പച്ചരി പൊടി വെച്ചിട്ടും വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. അതും പെർഫെക്റ്റായിട്ട് കിട്ടാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പച്ചരി കുതിർക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ പച്ചരി പൊടി വെച്ചിട്ട് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുക്കിംഗ് ടൈമും വളരെ കുറവാണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാതെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് ഇത് വെന്ത് കിട്ടാനായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട സുർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു കുഞ്ഞു ബെലൈക്കൺ കൂടി അനാബിൾ ചെയ്യുക. അതിൻ്റെ കൂടെ ഓൾ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.